രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ പ്രചാരണം മുറുകി. പ്രചാരണ വിഷയങ്ങൾ മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മുൻപന്തിയിൽ പൗരത്വ നിയമ ഭേദഗതിയാണ്. നിയമം നടപ്പാക്കില്ലെന്ന് സർക്കാരും നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് UDF പറയുമ്പോൾ CAA അധികം തൊടാതെയാണ് BJPയുടെ പ്രചാരണ രീതി. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് KR സാജു, കൊച്ചിയിൽ നിന്ന് MK ഷുക്കൂർ, കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലം, ഡൽഹിയിൽ നിന്ന് D ധനസുമോദ് എന്നിവരാണ് വിവരങ്ങൾ നൽകുന്നത്. ആദ്യം ധനസുമോദിലേക്ക്. ധനസുമോദ്, തീയതി കുറിക്കപ്പെട്ടിരിക്കുന്നു, മുഹൂർത്തം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം വൈകാൻ, അതായത് ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ പൂർത്തിയാക്കാത്ത മുന്നണികൾ, ഇപ്പോൾ ഇന്ത്യക്കായാലും NDAക്കായാലും ഒക്കെ ഇനിയും സ്ഥാനാർത്ഥികളെ വിവിധ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായുണ്ട്. അപ്പോൾ NDAയിലും ഇന്ത്യയിലും ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇനിയും സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ ബാക്കിയുള്ളത് രണ്ട് മുന്നണികൾക്കും? സൈഫു, രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ട് മുന്നണികൾക്കും കീറാമുട്ടിയായി നിൽക്കുന്നത്. ഒന്ന് ബീഹാർ, രണ്ട് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണെങ്കിൽ രണ്ട് മുന്നണിയിലും ഈ ശിവസേനയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്, NCPയിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു വിഭാഗത്തിന് സീറ്റ് കൂടുതൽ കൊടുക്കുന്നത് മറ്റു വിഭാഗത്തിന് ഒരു അതൃപ്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ വാസ്തവം. ഇപ്പോൾ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന് 13ഓളം സീറ്റുകളാണ് നൽകുന്നത്. അതേസമയം അജിത് പവാറിൻ്റെ വിഭാഗം NCPക്ക് 5 സീറ്റ് നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ BJP തീരുമാനിച്ചത്. ഇത് തന്നെയാണ് അവിടെ വലിയൊരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് വളരെ രമ്യമായിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് തീർക്കുന്നത്. കാര്യം ശിവസേനയുടെ ഉദ്ധവ് വിഭാഗത്തിലെ ശിവസേനയ്ക്ക് കൂടുതൽ സീറ്റ് നൽകുകയും അതേസമയം തന്നെ ശരത് പവാർ വിഭാഗത്തിൻ്റെ അവരുടെ ഒരു ഈഗോയ്ക്ക് മുറിവേൽപ്പിക്കാതെ തന്നെ അവരോട് സംസാരിച്ച് അവർക്ക് ശക്തിയുള്ള ചില മേഖലകളുണ്ട്, വിദർഭ തുടങ്ങിയ മേഖലകൾ അവിടെ സീറ്റ് നൽകാം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതുകൂടാതെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി കൂടി ഇന്ത്യ സഖ്യത്തിലേക്ക് വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ സഖ്യത്തിലേക്ക് കടന്നു വന്ന പാർട്ടിയാണ് പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ പാർട്ടി. അവർക്ക് കൂടി 3 സീറ്റുകളോളം നൽകാമെന്നാണ് ഏകദേശം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സീറ്റ് ചർച്ചകളാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ബീഹാറിലെ ഏകദേശം കോൺഗ്രസും RJDയും JDയും തമ്മിലുള്ള സീറ്റ് ധാരണ ഏകദേശം എത്തിയ സമയത്ത് തന്നെയാണ് നിതീഷ് കുമാർ മുന്നണി വിട്ട് BJPയുമായി ചേർന്ന് വീണ്ടും അവിടെ സർക്കാർ ഉണ്ടാക്കിയത്. അതോടുകൂടി 16 MP സിറ്റിംഗ് MP 16 MP JDUവിനുള്ളത്. JDU കൂടുതൽ സീറ്റിന് വേണ്ടി BJP മുന്നണിയിലും അവർ വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ വലിയ ശത്രുക്കളായി നിന്ന ആൾക്കാരാണ് പശുപതി പരസും അതേപോലെ തന്നെ ചിരാഗ് പാസ്വാനും. രാംവിലാസ് പാസ്വാൻ്റെ മകനാണ് ചിരാഗ് പാസ്വാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒറ്റയ്ക്ക് മത്സരിച്ച ആളാണ്. അങ്ങനെ പക്ഷേ ചിരാഗ് പാസ്വാന് ഇപ്പോൾ നൽകിയിരിക്കുന്ന സീറ്റുകൾ വളരെ കുറവാണ്. അത് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള പശുപതി പരസ്യനാണ് കൂടുതൽ സീറ്റ് നൽകിയിരിക്കുന്നത്.